എക്കണോമിക്സ് റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ സാമ്പത്തികാസൂത്രണം ഏത് രാജ്യത്തിൻ്റെ ആസൂത്രണ പ്രക്രിയയോടാണ് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്? ആൻസർ സോവിയറ്റ് യൂണിയൻ്റെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ദാരിദ്ര്യവും ബ്രിട്ടീഷുകാർക്ക് അനുയോജ്യമല്ലാത്ത ഭരണവും പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ദാദാഭായ് നവറോജിയാണ്. ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന പ്രബന്ധം എഴുതിയത് എം വിശ്വേശ്വരയ്യ. ആസൂത്രിത സമ്പദ് വ്യവസ്ഥ പ്ലാൻഡ് എക്കോണമി എഴുതിയത് എം വിശ്വേശ്വരയ്യ. ബോംബെ പ്ലാൻ ഏത് വർഷമാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത്? 1944 ബോംബെ പ്ലാൻ പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ബോംബെ പ്ലാനിൽ ഒപ്പുവെച്ച മലയാളിയാണ് ജോൺ മത്തായി. ബോംബെ പ്ലാനിൽ ഒപ്പുവെച്ച മലയാളിയാണ് ജോൺ മത്തായി. 1944 ഗാന്ധിയൻ പ്ലാൻ തയ്യാറാക്കിയത് നാരായൺ അഗർവാളാണ്. 1944 ഗാന്ധിയൻ പ്ലാൻ തയ്യാറാക്കിയത് നാരായൺ അഗർവാളാണ്. ജനകീയാസൂത്രണം എന്ന ആശയം മുന്നോട്ട് വെച്ചത് എം എൻ റോയ്. ജനകീയാസൂത്രണം എന്ന ആശയം മുന്നോട്ട് വെച്ചത് എം എൻ റോയ്. സർവോദയ പ്ലാൻ അവതരിപ്പിച്ചത് ജയപ്രകാശ് നാരായണൻ. സർവോദയ പ്ലാൻ അവതരിപ്പിച്ചത് ജയപ്രകാശ് നാരായണൻ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15 കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ പ്രധാനമന്ത്രി. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ഗുൽസാരിലാൽ നന്ദ. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ഗുൽസാരിലാൽ നന്ദ. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏത് മാതൃകയുടെ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കിയത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹാരോൾഡ് ഡോമർ മാതൃകയിലാണ് നടപ്പിലാക്കിയത്. നെക്സ്റ്റ്, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951 മുതൽ 56 വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. നെക്സ്റ്റ്, മഹലനോബിസ് മാതൃക എന്നറിയപ്പെട്ട പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നത് രണ്ടാം പദ്ധതിയാണ്. ഒന്നാം പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളിയാണ് ഡോക്ടർ കെ എൻ രാജ്. ഒന്നാം പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് കെ എൻ രാജാണ്. ബക്ര, ഹിരാക്കുഡ്, മേട്ടൂർ അണക്കെട്ടുകൾ ഏത് പദ്ധതി കാലയളവിലാണ് നിർമ്മാണം ആരംഭിച്ചത്? നോട്ട് ചെയ്യുക. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബക്ര, ഹിരാക്കുഡ്, മേട്ടൂർ അണക്കെട്ടുകൾ നിർമ്മാണം ആരംഭിച്ചത്. നെക്സ്റ്റ്, യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ് കമ്മീഷൻ നിലവിൽ വന്നത് 1956 UGC നിലവിൽ വന്നത് 1956 UGC വൈസ് ചെയർമാനായ ആദ്യ മലയാളിയാണ് ഡോക്ടർ വി.എൻ. രാജശേഖരൻ പിള്ള. UGC വൈസ് ചെയർമാനായ ആദ്യ മലയാളിയാണ് ഡോക്ടർ വി.എൻ. രാജശേഖരൻ പിള്ള. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1956-61. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1956-61. ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഇൻഡസ്ട്രി ആൻഡ് ട്രാൻസ്പോർട്ട് പ്ലാൻ എന്നറിയപ്പെടുന്നത്? രണ്ടാം പഞ്ചവത്സര പദ്ധതി. നെക്സ്റ്റ്, റൂർക്കേല, ഭിലായ്, ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റുകൾ ആരംഭിക്കാൻ നടപടി സ്വീകരിച്ചത് ഏത് പദ്ധതി കാലയളവിലാണ്? രണ്ടാം പദ്ധതി കാലത്താണ് റൂർക്കേല, ഭിലായ്, ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റുകൾ ആരംഭിക്കാൻ നടപടി സ്വീകരിച്ചത്. അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ഹോമി ജെ ബാബ. അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്നത് 1958. നെക്സ്റ്റ്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥൻ. ഇന്ത്യയിൽ വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയത് 1966-69 വർഷങ്ങളിലാണ്. വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയത് 1966-69. പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നത് 1966-69 കാലയളവാണ്. പ്ലാൻ ഹോളിഡേ 1966-69. ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം ഏത് പദ്ധതി കാലയളവിലാണ്? ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നാലാം പദ്ധതി കാലയളവിലാണ്. ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നാലാം പദ്ധതി കാലയളവിലാണ്. നാലാം പഞ്ചവത്സര പദ്ധതി 1969-74 കാലയളവിലാണ്. നാലാം പഞ്ചവത്സര പദ്ധതി 1969-74 കാലയളവിലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ അണുസ്ഫോടനം
കൃത്രിമോപഗ്രഹ വിക്ഷേപണം എന്നിവ 5ാം പദ്ധതി കാലത്താണ് നടന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ അണുസ്ഫോടനം, കൃത്രിമോപഗ്രഹ വിക്ഷേപണം എന്നിവ 5ാം പദ്ധതി കാലത്താണ് നടന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുഖ്യ അജണ്ടയായി സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 5ാം പഞ്ചവത്സര പദ്ധതി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുഖ്യ അജണ്ടയായിട്ട് സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 5ാം പഞ്ചവത്സര പദ്ധതി. ബോംബെ ഹൈയിൽ എണ്ണ ഉൽപ്പാദനം ആരംഭിച്ചത് 1974-ലാണ്. ബോംബെ ഹൈയിൽ എണ്ണ ഉൽപ്പാദനം ആരംഭിച്ചത് 1974-ലാണ്. 20 ദിന പരിപാടി എന്നറിയപ്പെട്ട ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി 5ാം പഞ്ചവത്സര കാലയളവിലാണ് ആരംഭിച്ചത്. 20 ദിന പരിപാടി എന്നറിയപ്പെട്ട ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി 5ാം പഞ്ചവത്സര കാലയളവിലാണ് ആരംഭിച്ചത്. ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച 20 ദിന പരിപാടിയിലെ ആദ്യ ഇനം ഗരീബി ഹഠാവോ ആയിരുന്നു. ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച 20 ദിന പരിപാടിയിലെ ആദ്യ ഇനം ഗരീബി ഹഠാവോ ആയിരുന്നു. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1975 ജൂൺ 26-നാണ്. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1975 ജൂൺ 26. ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് മൊറാർജി ദേശായി ഗവൺമെൻറ്റാണ്. ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ്. നെക്സ്റ്റ്, ഏത് കാലയളവിലാണ് റോളിംഗ് പ്ലാൻ? 1978-80 കാലയളവിലാണ് ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത്. 1978-80 കാലയളവിലാണ്. റോളിംഗ് പ്ലാൻ നിർത്തലാക്കി നെഹ്റുവിയൻ പ്ലാൻ ഇന്ത്യയിൽ തിരികെ കൊണ്ടുവന്നത് 6ാം പദ്ധതി കാലയളവിലാണ്. റോളിംഗ് പ്ലാൻ നിർത്തലാക്കിയിട്ട് നെഹ്റുവിയൻ പ്ലാൻ ഇന്ത്യയിൽ തിരികെ കൊണ്ടുവന്നത് 6ാം പദ്ധതി കാലയളവിലാണ്. 7ാം പഞ്ചവത്സര പദ്ധതി കാലയളവ് 1985-90 ആണ്. 7ാം പഞ്ചവത്സര പദ്ധതി കാലയളവ് 1985 മുതൽ 90 വരെയാണ്. 8ാം പഞ്ചവത്സര പദ്ധതി കാലയളവ് 1992-97 ആണ്. 8ാം പഞ്ചവത്സര പദ്ധതി 1992-97 ആണ്. 8ാം പഞ്ചവത്സര കാലയളവിലെ കേന്ദ്ര ധനകാര്യമന്ത്രിയായിരുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. 8ാം പഞ്ചവത്സര കാലയളവിലെ കേന്ദ്ര ധനകാര്യമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. നെഹ്റുവിയൻ സാമ്പത്തിക നയങ്ങൾക്ക് പകരം മുതലാളിത്ത സാമ്പത്തിക നയങ്ങൾ ശക്തമായി നടപ്പിലാക്കാൻ തുടങ്ങിയത്. നെഹ്റുവിയൻ സാമ്പത്തിക നയങ്ങൾക്ക് പകരം മുതലാളിത്ത സാമ്പത്തിക നയങ്ങൾ ശക്തമായി നടപ്പിലാക്കാൻ തുടങ്ങിയത് 8ാം പദ്ധതി കാലയളവിലാണ്. നെക്സ്റ്റ്, റാവു മൻമോഹൻ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 8ാം പദ്ധതി. റാവു മൻമോഹൻ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 8ാം പദ്ധതി. നെക്സ്റ്റ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായത് 1992 നവംബറിലാണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായത് 1992 നവംബറിലാണ്. ഇന്ത്യ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ഒപ്പുവെച്ചത്. ഇന്ത്യ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ഒപ്പുവെച്ചത് 1995 ജനുവരി 1-നാണ്. ഇന്ത്യ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ഒപ്പുവെച്ചത് 1995 ജനുവരി 1-നാണ്. നെക്സ്റ്റ്, പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 1993 ഏപ്രിൽ 23-നാണ്. പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 1993 ഏപ്രിൽ 23-നാണ്. പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 1993 ഏപ്രിൽ 23-നാണ്. 9ാം പഞ്ചവത്സര പദ്ധതി കാലയളവ് 1997 മുതൽ 2002 വരെയാണ്. 9ാം പഞ്ചവത്സര പദ്ധതി കാലയളവ് 1997 മുതൽ 2002 വരെയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വർഷം നടപ്പാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വർഷം നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന, പ്രധാനമന്ത്രി സഡക് യോജന തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കിയത് 9ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. നെക്സ്റ്റ്, സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന പദ്ധതി നടപ്പിലാക്കിയതും 9ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന പദ്ധതി നടപ്പിലാക്കിയതും 9ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്.
നെക്സ്റ്റ് അന്ത്യോദയ അന്നയോജന പദ്ധതി. അന്ത്യോദയ അന്നയോജന, അന്നപൂർണ, സ്വജൽധാര പദ്ധതികൾ നടപ്പിലാക്കിയതും 9ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. അന്ത്യോദയ അന്നയോജന, അന്നപൂർണ, സ്വജൽധാര പദ്ധതികൾ നടപ്പിലാക്കിയത് 9ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. ഇന്ത്യ രണ്ടാമത് അണ്വായുധ പരീക്ഷണം നടത്തിയത് 1998 മെയ് 11നും 13നും ഇടയിലാണ്. ഇന്ത്യ രണ്ടാമത് അണ്വായുധ പരീക്ഷണം നടത്തിയത് 1998 മെയ് 11നും 13നുമാണ്. നെക്സ്റ്റ് കേരളത്തിൽ 9ാം പദ്ധതി നടപ്പിലാക്കിയത് ഏത് പേരിലാണ്? കേരളത്തിൽ 9ാം പദ്ധതി നടപ്പിലാക്കിയത് ജനകീയാസൂത്രണം എന്ന പേരിലാണ്. കേരളത്തിൽ 9ാം പദ്ധതി നടപ്പിലാക്കിയത് ജനകീയാസൂത്രണം എന്ന പേരിലാണ്. 10ാം പഞ്ചവത്സര പദ്ധതി കാലയളവ് എന്ന് മുതൽ എന്ന് വരെയാണ്? 2002 മുതൽ 2007 വരെയാണ് 10ാം പഞ്ചവത്സര പദ്ധതി കാലയളവ്. സർവശിക്ഷ അഭിയാൻ പദ്ധതി 2002, ദേശീയ ഗ്രാമീൺ ആരോഗ്യ മിഷൻ 2005, ഭാരത് നിർമ്മാൺ 2005-2009, ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി 2005 എന്നീ പദ്ധതികൾ ഈ കാലയളവിലാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. നോട്ട് ചെയ്യുക: ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ, ഭാരത് നിർമ്മാൺ, ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്നീ പദ്ധതികൾ ഏത് കാലയളവിലാണ്? 10ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. നെക്സ്റ്റ് 11ാം പഞ്ചവത്സര പദ്ധതി കാലയളവ് 2007 മുതൽ 2012 വരെയാണ്. 11ാം പഞ്ചവത്സര പദ്ധതി കാലയളവ് 2007 മുതൽ 2012 വരെയാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കിയത് ഏത് പദ്ധതി കാലയളവിലാണ്? വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കിയത് 11ാം പദ്ധതി കാലയളവിലാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കിയത് 11ാം പദ്ധതി കാലയളവിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ: 2012-2017 12ാം പദ്ധതി കാലയളവാണ്. 2012 മുതൽ 2017 വരെ. ത്വരിതഗതിയിലുള്ള വളർച്ച, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച, സുസ്ഥിര വികസനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ത്വരിതഗതിയിലുള്ള വളർച്ച, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച, അതായത് സുസ്ഥിര വികസനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. നെക്സ്റ്റ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എം വിശ്വേശ്വരയ്യ. പുനരുദ്ധായിയായ ഇന്ത്യയുടെ പുതിയ ക്ഷേത്രം എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ബക്രാനങ്കൽ ഡാമിനെയാണ്. പുനരുദ്ധായിയായ ഇന്ത്യയുടെ പുതിയ ക്ഷേത്രം എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ബക്രാനങ്കൽ ഡാമിനെയാണ്. നാഷണൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ. നാഷണൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രിയാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ.